പറഞ്ഞ വാക്ക് മാറ്റി പറയേണ്ടി വരും. ചെയ്ത പ്രവൃത്തികൾ കുറച്ച് കഴിയുമ്പം അത് തെറ്റായിപ്പോയെന്ന് മനസ്സിലാക്കുമ്പം അത് തിരുത്തേണ്ടിയും വരും. ഇതാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഞാനൊരിക്കൽ പറഞ്ഞതാണ്, ഞാനൊരിക്കൽ ചെയ്തതാണ് എന്നും പറഞ്ഞ് അത് തിരുത്താനും അത് മാറ്റാനും തയ്യാറായില്ലെങ്കിൽ മനുഷ്യ ജീവിതം കടും പിടുത്തങ്ങളുടെ പിടിവാശികളുടെ ജീവിതമായിട്ട് മാറിപ്പോവുകയും ചെയ്യും. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രശസ്തനായ സംവിധായകൻ പറഞ്ഞ ഒരു വാക്യമാണ്, നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ്. അതിൽ രണ്ടാമത്തെ കാര്യം നല്ലതാണ്, നോ പ്ലാൻ ടു ഇംപ്രസ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ആരെയും ഞാൻ ഇംപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നോ പ്ലാൻ ടു ചേഞ്ച് എന്ന് പറയണതുണ്ടല്ല, അത് ദുരന്തമാണ്. കാരണം ജീവിതത്തിൽ നിന്ന് ഞാൻ ഒന്നും പഠിക്കുന്നില്ല എന്നുകൂടിയാണ് അതിൻ്റെ ഇടയിൽ നിന്ന് പറയണത്. ഞാൻ ജീവിതത്തിൽ നിന്നൊന്നും പഠിക്കാൻ തയ്യാറല്ല എന്നും കൂടിയാണ് ആ കാര്യം പറയണത്. നമ്മളൊരു നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കുക എന്നുള്ളത്. ഒരു സെക്കൻഡ് തോട്ട് എന്ന് പറയുന്നത്, ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അതാത് ദിവസങ്ങളിൽ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കാൻ എന്നെ കൊണ്ട് സാധിക്കണമെന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ മുതലാണ് 2 പുത്രന്മാരുടെ കഥ പറയണത്. ഈ 2 പുത്രന്മാരുടെ കഥ എന്താണെന്നറിയാമോ? ആദ്യത്തെ പുത്രൻ്റെ അടുത്ത് ചെന്ന് അപ്പം പറയുന്നുണ്ട്, നീ വയലിലേക്ക് പോകണമെന്ന്. അവൻ പറയുന്നുണ്ട്, ഞാൻ പോയേക്കാമെന്ന്. പക്ഷേ വചനം തന്നെ പറയുന്നു അവൻ പോകുന്നില്ല. എന്നാൽ രണ്ടാമത്തെ പുത്രൻ്റെ അടുത്ത് ചെന്ന് ഈ അപ്പൻ പറയുന്നുണ്ട്, നീ വയലിലേക്ക് പോകണമെന്ന്. അപ്പോൾ രണ്ടാമത്തെ പുത്രൻ പറയും, ഞാൻ പോവില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ് അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അവൻ തിരുത്തുന്നു, അവൻ പോകുന്നു എന്നാണ് വചനം പറഞ്ഞു വയ്ക്കുന്നത്. ഈ 2 പുത്രന്മാർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? അത് ഈ സെക്കൻഡ് തോട്ടിൻ്റെ വ്യത്യാസമാണ്. ആദ്യത്തെ മകൻ പറയാനുള്ള ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ പോലുമില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞത് അവന് ചെയ്യാൻ പോലും പറ്റണില്ല. പക്ഷേ രണ്ടാമത്തവനാ, അവൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അവന് ഈ സെക്കൻഡ് തോട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന് മനസ്സിലായി, ഞാൻ പോവില്ല എന്ന് അപ്പനോട് പറഞ്ഞത് ശരിയായില്ല. അവൻ പറഞ്ഞ വാക്കിൽ അങ്ങനെ പിടിവാശി പിടിച്ച് നിൽക്കണമെന്നുമില്ല. അവൻ ആ പറഞ്ഞ വാക്ക് അവൻ മിനിറ്റുകൾക്കുള്ളിൽ അവൻ മാറ്റി പറയുന്നുണ്ട്, അവൻ വയലിലേക്ക് പോകുന്നുണ്ട്. ഈ ആത്മീയ പിതാക്കന്മാർ ഈ സെക്കൻഡ് തോട്ടിന് ഒരു ആത്മീയ വാക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്, അത് ആത്മശോധന എന്നാണ്. ഈ നോമ്പ് കാലത്തിൽ നിശ്ചയമായും നമ്മൾ തുടങ്ങേണ്ട ഒരു ശീലമാണ് ഈ ആത്മശോധന എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപ് ആ കിടക്കപ്പായയിലൊന്നിരുന്ന് ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ചെയ്ത പ്രവൃത്തികൾ, ഞാൻ ചിന്തിച്ച കാര്യങ്ങളും ഒക്കെ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടോ എന്നും മനസ്സിലാക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഒന്ന് ചിന്തിച്ചില്ലെങ്കിലുണ്ടല്ല, നമ്മളിങ്ങനെ വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോക്കൊരു വഴിക്കാണ്, തിരിഞ്ഞു പോലും നോക്കണില്ല. വിട്ടുപോകും പല കാര്യങ്ങളും, തെറ്റിപ്പോകും പല കാര്യങ്ങളും, നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാതെ പോകും. അതുകൊണ്ട് വലിയ ജാടയൊന്നും ഇടണ്ട. പറഞ്ഞ വാക്കായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പം അത് തെറ്റാണെന്ന് മനസ്സിലാക്കുക, മാറ്റി പറയണം. ചെയ്ത കാര്യമായിരിക്കും, തെറ്റാണെന്ന് മനസ്സിലാക്കുക, അത് തിരുത്തുകയും വേണം. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നല്ല ഒരു നോമ്പ് കാലത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.